CPIM RSS അന്തർധാര എന്ന ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIMന് RSSനെ പ്രീണിപ്പിക്കേണ്ട ആവശ്യമില്ല. RSS ബന്ധം കോൺഗ്രസിനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് RSS ബന്ധം പറയുന്നത്? ഞങ്ങൾക്ക് RSSനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. ആർക്കാണ് RSS ബന്ധം? RSS ശാഖ തകർക്കാൻ CPMകാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നുവെന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് പരിശോധിക്കണം. P. പരമേശ്വരനെ അറിയില്ലേ? സംഘപരിവാറിന്റെ കേരളത്തിലെ ഏറ്റവും ഉന്നത ശീർഷൻ. അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ആരായിരുന്നു തൃശ്ശൂർ നടത്തിയത്? അന്വേഷിക്കണം. ADGP RSS കൂടിക്കാഴ്ചയ്ക്ക് CPIMുമായി ലിങ്കുണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. RSSുമായി ബന്ധമുണ്ടാക്കാൻ ആണെങ്കിൽ മോഹൻ ഭാഗവതുമായി ബന്ധപ്പെട്ടാൽ പോരെയെന്നും MV ഗോവിന്ദന്റെ ചോദ്യം. ഈ ADGP RSSുമായിട്ട് ചേർന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയും അത് CPIMുമായിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടാക്കാനാണ് എന്ന കള്ള പ്രചാരവേലി നടത്തിയത്. അപ്പോഴേ ഞങ്ങളൊരു കാര്യം പറഞ്ഞു, ഈ DGP ആരെ കണ്ടു, എന്തിനു കണ്ടു എന്നൊന്നും ഞങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. CPIMുമായി RSSന് ലിങ്ക് ഉണ്ടാക്കാൻ ADGPയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച മോഹൻ ഭഗത്തിനെ തന്നെ കണ്ടുകൂടെ? സ്വന്തം വീഴ്ച മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വായിൽ തോന്നിയത് പറയരുതെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചു. ഷഫീദ് റാവുത്തറുണ്ട് അതിന് കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തും. ഷഫീദ്, ഈ രീതിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം അത് ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് അല്ലെങ്കിൽ കൂടി കൃത്യമായി കോൺഗ്രസിനുള്ളൊരു മറുപടിയായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണവും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ സ്പീക്കർ ഒറ്റപ്പെടുകയാണോ ഈ അഭിപ്രായത്തിന്മേൽ? ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, പൊതുവേദിയിലെ പ്രസംഗം നമുക്കറിയാം. ഏറെ ദിവസത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം മൗനം വെടിഞ്ഞത് ഈ RSS വിരുദ്ധ CPIMന്റെ ചരിത്രം പറയാൻ വേണ്ടി മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം സംസ്ഥാന പോലീസിന്റെ തലപ്പത്തെ രണ്ടാമൻ RSS നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ഒരു പ്രതികരണവും നടത്തിയില്ല. അതിൽ മുഖ്യമന്ത്രി വീണ്ടും മൗനം തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും വലിയ തരത്തിൽ മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുന്നുള്ള ആക്ഷേപം ശക്തമാണ്. അതിനിടയിൽ കൂടി മുഖ്യമന്ത്രി വീണ്ടും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഈ തൃശ്ശൂർ പൂരം കലക്കിനിറക്കമുള്ള ഗുരുതര ആരോപണം അത് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അതിനൊക്കെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. പകരം തലശ്ശേരി കലാപം മുതൽ CPM സ്വീകരിച്ചിട്ടുള്ള RSS വിരുദ്ധ നിലപാടുകൾ മാത്രം നിരത്തിയായിരുന്നു ആ പ്രസംഗം. കോൺഗ്രസ് നേതാക്കൾക്കും രൂക്ഷ വിമർശനമുണ്ടായി. പ്രത്യേകിച്ച് RSS ശാഖയ്ക്ക് കാവൽ നിന്നുവെന്ന് വലിയ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ നേതാവ് അത് K. സുധാകരനാണ്. മാത്രമല്ല ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വണങ്ങി നിന്നത് VD സതീശനാണ്. കൂടാതെ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർക്കും ഇന്നത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ടായി. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന കൂടിക്കാഴ്ച വിവാദവുമായി ബന്ധപ്പെട്ട ഫലത്തിലെങ്കിലും ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അത് നൽകുന്ന സൂചനകൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതേസമയം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകട്ടെ ഈ ADGP RSS കൂടിക്കാഴ്ചയെ CPIMുമായി ബന്ധിപ്പിക്കേണ്ട എന്നുള്ള അദ്ദേഹത്തിന്റെ മുൻ പ്രതികരണം അത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്താലും പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്. കൂടുതൽ സമരമുറകളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ വിഷയത്തെ കൂടുതൽ ചർച്ചയാക്കി നിർത്തിക്കൊണ്ട് CPIMനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യം. പ്രജിത്ത്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.